കോപ്പയിൽ വീണ്ടും മുത്തമിട്ട അർജന്റീന. കലാശപ്പോരിൽ കൊളംബിയയെ പരാജയപ്പെടുത്തി തുടർച്ചയായ രണ്ടാം തവണയും അർജന്റീന കോപ്പ കിരീടം ചൂടി. എക്സ്ട്രാ ടൈം വരെ നീണ്ടുനിന്ന മത്സരത്തിൽ അർജന്റീനയുടെ വിജയം കുറിച്ചത് എതിരില്ലാത്ത ഒറ്റ ഗോൾ. കോപ്പ ചരിത്രത്തിൽ അർജന്റീനയുടെ 16ാം കിരീടം. കിരീട നേട്ടങ്ങളിൽ ഒന്നാമത്. അപരാജിത കുതിപ്പുമായി എത്തിയ കൊളംബിയയ്ക്കും അർജന്റീനയെ തടയാനായില്ല. സുരക്ഷാ വീഴ്ചകളാൽ 1.25 മണിക്കൂർ വൈകി ആരംഭിച്ച ഫൈനലിൽ സെമി ലൈനപ്പിൽ മാറ്റമില്ലാതെ അർജന്റീന കളത്തിലിറങ്ങി. കൊളംബിയ മികച്ചു നിന്ന ആദ്യ പകുതി ഗോൾ രഹിതം. രണ്ടാം പകുതിയിൽ 66-ാം മിനിറ്റിൽ നായകൻ മെസ്സി പരിക്ക് കാരണം കളം വിട്ടു. 75-ാം മിനിറ്റിൽ മെസ്സിക്ക് പകരമെത്തിയ നിക്കോ ഗോൺസാലസ് കൊളംബിയൻ വലയിൽ പന്തെത്തിച്ചെങ്കിലും ഓഫ്സൈഡ് ഫ്ലാഗ് ഉയർന്നിരുന്നു. നിശ്ചിത സമയത്തും ഗോൾ വന്നില്ല. കളി എക്സ്ട്രാ ടൈമിലേക്ക്. എക്സ്ട്രാ ടൈമിൽ പകരക്കാരായി ലൗറ്റേറോ മാർട്ടിനസും ലോസെൽസോയും പരഡസും കളത്തിലെത്തി. ഒടുവിൽ 112-ാം മിനിറ്റിൽ ലൗറ്റേറോ മാർട്ടിനസ് അർജന്റീനയുടെ വിജയശില്പിയായി. ലോസെൽസോയുടെ അസിസ്റ്റിൽ ലൗറ്റേറോയുടെ മനോഹര ഫിനിഷ് കളിയുടെ വിധിയും അർജന്റീനയുടെ കിരീടവും നിർണയിച്ചു. ഈ കോപ്പയിൽ ലൗറ്റേറോയുടെ 5ാം ഗോൾ. ലൗറ്റേറോ തന്നെയാണ് ടൂർണമെന്റിലെ ടോപ്പ് സ്കോറർ. മത്സരത്തിന്റെ കണക്കുകളിലേക്ക് വന്നാൽ 56% സമയവും പന്ത് കൈവശം വെച്ച് കളിച്ചത് കൊളംബിയയായിരുന്നു. 19 ഷോട്ടുകളാണ് കൊളംബിയ തൊടുത്തത്. 4 ഷോട്ട് ഓൺ ടാർഗറ്റ്. 606 പാസുകൾ 85% കൃത്യതയോടെ കൊളംബിയ പൂർത്തിയാക്കി. 11 ഷോട്ടുകളാണ് അർജന്റീന തൊടുത്തത്. 6 ഷോട്ട് ഓൺ ടാർഗറ്റ്. 474 പാസുകൾ 82% കൃത്യതയോടെ അർജന്റീന പൂർത്തിയാക്കി. കിരീടത്തോടെ അർജന്റീന അവരുടെ വിജയമാലാകയായ ഏഞ്ചൽ ഡി മരിയയ്ക്ക് യാത്രയയപ്പ് നൽകി. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.